മധുകര മൃദുരവലഹരിയിലലിയുക മദകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയായി വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി ഓരോ കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മദകര സുരഭില മധുവിതിലൊഴുകുക നീ മദകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയാ മദകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയാ താങ്ക് യു. പാർവണ, എങ്ങനെ ഉണ്ടായി പാടിട്ട്? നന്നായി ആണോ? നീ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്ത നിന്റെ പാട്ടിനെ. അല്ല, പാടി. ഞാൻ പ്രാക്ടീസ് ചെയ്ത പോലൊക്കെ പാടാൻ പറ്റി. ഓക്കെ, ചോദിച്ചു നോക്കാം. ആവശ്യപ്പറ്റും സാർ. പാർവണ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഇതില് കുറച്ച് ആ ഹൈ പിച്ചിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു. ആ സംഗതികളൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ചെറിയൊരു ഈസിനെസ് ഇല്ല എന്നുള്ളൂ. അതിപ്പോൾ ഈ എന്താ പറയുക, വോയിസ് മാറുന്ന സമയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു ചെറിയ കുഴപ്പം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതർവൈസ് കുറച്ച് പാടാൻ ഇത്തിരി സ്ട്രെയിൻ ഫീൽ ചെയ്തു എന്നുള്ളൂ. പക്ഷെ സംഗതികളൊക്കെ എത്തുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടി എത്തുന്ന പോലെ തോന്നിയെന്ന് മാത്രം. അത് പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത് ദാറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക് ഫ്രം യുവർ സൈഡ്. നന്നായിട്ട് തന്നെ പാടിയിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് മോളെ. ശരത് സർ. മക്കളെ, അണ്ണാച്ചിയുടെ ഫാനാണോ?
ആണ്. ഞാൻ സാറിന്റെ കുറെ പാട്ട് പഠിക്കാറും പാടാറൊക്കെ ഉണ്ട്. നീ ചുമ്മാരി നിന്റെ ഉടായ്പ നിർത്തടി പെങ്കൊച്ച. അണ്ണാ ഇവിടെ ആര് വന്നാലും അണ്ണാച്ചി ഇവിടെ അവരുടെ അടുത്ത് പറയും ഞാൻ ഞാനും ഫാനാണ് ഫാനാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഒരു പാട്ട് പാടും. എന്നാൽ ഇപ്പൊ സാറിന് വേണ്ടി നമുക്ക് ഒരു പാട്ടൊന്ന് ഫാനല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയുണ്ട് മോളെ എങ്ങനെയുണ്ട് ഇപ്പോ? പിന്നെ പാടിച്ചില്ലേ മുമ്പിൽ? എനിക്ക് അതേ ഉള്ള ആഗ്രഹം. താങ്ക് യു സാർ. ചന്ദനം ശൗരേ കൃഷ്ണ വിരഹവധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം. വിരഹവധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം, ഒരു മൗന സംഗീതം. ആഹാ നൈസ് നൈസ് നൈസ്. മക്കളെ യാദവോ അല്ല കേട്ടോ, യാദവോ. ഓക്കെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ദി ഗെയിം. അണ്ണാച്ചിക്ക് ഇഷ്ടപ്പെട്ടു, അത് മതി. അതെ അത്രേ ഉള്ളൂ. ഇതിനും കൂടെ ചേർത്താണ് നല്ല നല്ല ശ്രുതിയൊക്കെ ചേർന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ. നല്ല ഫീലും അതിന്റെ ഫീലൊക്കെ അത്യാവശ്യം കൊള്ളാം. ഫീലിന്റെ ആളാണ് അണ്ണാച്ചി. എപ്പോഴെങ്കിലും പാടാൻ പോകുമ്പോൾ സൂക്ഷിച്ചോ കേട്ടോ. അദ്ദേഹത്തിന് അതാണ് കൂടുതൽ നോക്കുന്നത്, എക്സ്പ്രഷൻ. അത് വേണമല്ലോ. അപ്പൊ നമുക്ക് പാട്ടിനെ പറ്റി പറയാല്ലേ മക്കളെ? കുഞ്ഞേ, നല്ല പാട്ട്, നല്ല സുഖമുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടിയടാ കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. ആ നീ ഒന്ന് പാടാമോ പല്ലവിയുടെ എൻഡ്? അതിനൊരു കോൺഫിഡൻസ് ഇല്ലടാ. അതെന്തിനാ എടുക്കുന്ന മൈക്ക്? വല്ല ചീത്തയാണോ പറഞ്ഞത്? അതോ അത് എത്തില്ല. നീ വാസന്ത കിളി നൗകയായി വാനം പാടി ഏതോ ഒരു സന്തോഷാവാ കേട്ടോ. വാനം പാടി ഓടി അങ്ങ് പോയ നാട് വിട്ടോ? ഇല്ലല്ലോ മക്കളെ. അതുപോലെ ആലോലം, അത് പാടാമോ? അടുത്ത വരട്ടെ. മോളെ അതിനൊരു ക്ലാരിറ്റി. ഇപ്പൊ പാടിയ സ്കാൻ കറക്റ്റ് ആണ് മോളെ. ഒന്നുകൂടെ പാടാമോ? ചിറകുകളാ. മതി മതി മതി. മുമ്പേ വേറെ എന്തോരോ പാടി നീ കേട്ടോ. അത് നോക്കിക്കോളാം എപ്പോഴും. പഠിച്ചത് വേറെ എന്തോ ആണ് കുഞ്ഞല്ലേ. എന്റെ സ്കാൻ എന്തോ. നീ പോകച്ച അവിടുന്ന്. അത് പാടി. അതുപോലെ തന്നെ നുകരുക നീ പകരുക നീ, അത് ഇത് തന്നെയാണ്. അത് അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? മതി മതി മക്കളെ, മതി മക്കളെ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി, ഒരു സുഖം വരുത്തുക. ഇതാരാണ് അടിക്കാൻ പോകുന്ന നീ അങ്ങനെ അല്ലാതെ അതിലൊരു കേൾക്കും. ആഹാ, ഇന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലേക്ക് അത് പാടുക കേട്ടോ. അത് ആ സ്കാനിങ് മോള് അത് ശരിയായിക്കൊണ്ടാ മതി. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു മോളെ പാട്ട് കേൾക്കാൻ. മക്കളെ അത്രേ ഉള്ളൂ കേട്ടോ, വേറൊന്നും പറയാനില്ലടാ ചക്കരെ. എന്തൊക്കെയായാലും താങ്ക് യു മുത്തേ. കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ കൂടണം, കുറേയും കൂടെ സീരിയസ് ആവണം. നമ്മൾ കൃത്യമായി പഠിക്കണം. പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ഇവിടെ വന്ന് പാടണം കേട്ടോ. നമ്മളിനി ഫിനാലയിലോട്ട് നോക്കി പോവല്ലേ, പിന്നെ തമാശ കളിക്കാനോ ഒന്നും ഉള്ള നേരവുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ചേച്ചി പാർവണ, നല്ല പാട്ട്. ഞാൻ ഇത് അങ്ങനെ അധികം ഞാൻ കേട്ടിട്ടില്ല. അത് മോള് മനോഹരമായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സാറ് പറഞ്ഞു, ആ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മോളുടെ വോയിസ്, ഇപ്പോൾ യമുന വെറുതെ പാടിയപ്പോഴും ആ വോയിസിനകത്തൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് വളരെ അനായാസമായിട്ട് പാടി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്ത് അറിയുന്നില്ല. അറിയരുത്. ടെൻഷൻ അടിച്ചില്ല. അടിച്ചില്ല?
ആ മക്കളെ ഏതെങ്കിലും ഒന്ന് പറ ടെൻഷൻ മക്കളെ. അടിച്ചില്ല. മക്കളെ ഏതെങ്കിലും ഒന്ന് പറ. ഒന്നേ ടെൻഷൻ അടിച്ചു ഒന്ന് പറ ഇല്ല ഇല്ല ടെൻഷൻ അടിച്ചില്ല. എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. അങ്ങനെ പറഞ്ഞാൽ അതല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇതില് സാറ് പറഞ്ഞ ആ പോയിന്റ്സ് അല്ലാതെ ബാക്കി എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. മണി പോലെ പാടി. താങ്ക് യു മാം. ഇതിൽ മറ്റൊന്നും പറയാനില്ല. നേരെ മാർക്സിലേക്ക് കടക്കാം. എന്നാ മാർക്സിലേക്ക് കടക്കാം, പറഞ്ഞോളൂ. 8 പോയിന്റ്. ചേച്ചി പോയിന്റ് ഇട്ടങ്ങ് നിർത്തും. 8 പോയിന്റ് എന്തായിരിക്കും? 8.6. 8.6. Thank you, ഓക്കെ, ശരത് സർ. ഞാനെന്തിനാ പറയുന്നത്? പാറു തന്നെ പറ മക്കളെ, കേക്കട്ടെ. അത് ക്ലൂ തന്നായിരുന്നു അവിടെ നിന്ന്. ക്ലൂ തരൂ. 8 പോയിന്റ്. 8.5. താങ്ക് യു സർ. ആണ്. കൃത്യം. ഓ സൂപ്പർടാ. സർ. എത്രയാ? ഹലോ. പോയിന്റ് മാത്രമേ പറയൂ. പറയുന്നുള്ളൂ. യെസ്, ഓക്കെ. ഓക്കെ. സോ ടോട്ടൽ 17.1. സൂപ്പർ.